ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്നുള്ള നിയുക്ത BJP MLA BB ഗോപകുമാർ. ഏതായാലും ചാത്തന്നൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ ജനനായകനായി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി വീട്ടിലെ ഈ ജനനായകൻ എങ്ങനെയാണ്? വീട്ടുകാരോട് തന്നെ ചോദിക്കാം. ചേച്ചി നമസ്കാരം. പേര് ഒന്ന് പറഞ്ഞ് പരിചയപ്പെടാം. സീജ. എന്താണ്, ഏതെങ്കിലും ജോലിയുണ്ടോ അല്ലെങ്കിൽ? ഹൗസ് വൈഫാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ചേട്ടൻ്റെ രാഷ്ട്രീയവും എല്ലാം നമ്മൾ ഒരുപാട് അറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒരു റിസൾട്ടും വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് വീട്ടിലെ ഈ ജനനായകൻ? വീട്ടിലും ഈ പുറമേ കാണുന്ന കണക്ക് തന്നെ ആള് നല്ല സമാധാനപ്രിയനാണ്. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല, അത്രയേ ഉള്ളൂ. വീട്ടിലങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ ആള് സമാധാനിയായതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ സ്വാതന്ത്ര്യത്തിന് തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ കൂടുതലും ആൾക്കാരുടെ ഇടയിൽ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. വീട്ടിലെ പ്രശ്നങ്ങളെക്കാട്ടിലും കൂടുതൽ ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതാണ് ഇഷ്ടം. എത്ര വയ്യായ്ക വന്ന് കിടന്നാലും ആരെങ്കിലും കാണാൻ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, സന്തോഷമായിട്ട് അവരുടെ ഇരിക്കാനാണ് ഇഷ്ടം. എൻ്റെ അടുത്ത് പറയും, ഞാൻ പറയും കുറച്ച് റെസ്റ്റ് ചെയ്യ്, ഇത്രയൊക്കെ അങ്ങ് അവശതയായാലും കുറച്ച് റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പറയും എനിക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് കിടക്കാൻ പറ്റത്തില്ല, ആൾക്കാരുടെ ഇടയിലിരുന്നാൽ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഈ MLA അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി പൊതുരംഗത്ത് നിന്ന സമയത്ത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് കിട്ടാറില്ല. ഇനിയിപ്പോൾ ജനനായകനായി കഴിഞ്ഞു, MLA ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും? ഇനി ഒരുപക്ഷെ എപ്പോഴും കിട്ടണമെന്നില്ല. അതിൻ്റെ ഒരു പരിഭവം കാണില്ലേ? ഇല്ല, എനിക്ക് പരിഭവമായിട്ടൊന്നുമില്ല. കാര്യം ഞാൻ വരുമ്പം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ വരുന്നത് നല്ല സ്ട്രിക്റ്റായിട്ട് വളരുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ ആദ്യം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പോകെ ഞാൻ ഏത് സാഹചര്യത്തിലും ജീവിക്കുന്ന കൂട്ടത്തില്ല. അപ്പോൾ പിന്നെ അതങ്ങ് ശീലമായപ്പം ആൾക്കതാ സന്തോഷമെന്ന് എനിക്കറിയാം. അപ്പം പുള്ളിയുടെ സന്തോഷത്തിന് ഞാൻ ഒന്നിനും എതിരെ നിന്നിട്ടില്ല ഇതുവരെ, എന്നാൽ എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ഇനി ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പൊക്കോളാം എന്നുള്ള എനിക്കങ്ങനെ ഒരു പുള്ളിയുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ ഒരുപാട് വർഷമായിട്ട് ഞാൻ വരുമ്പോൾ തൊട്ട് എനിക്കറിയാവുന്നൊരു ഇതാണ് ഇങ്ങനെ മത്സരിക്കുന്നതും ജയിക്കുന്നതൊക്കെ പുള്ളിയുടെ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ അത് സാധിച്ചു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. തീർച്ചയായും 2 തവണ പരാജയം അറിഞ്ഞ ഒരാളാണ്. അപ്പം വീണ്ടും വിജയിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജനനായകനാകാൻ അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കണം, ഒരു MLA ആകണം എന്നൊരു തികഞ്ഞ ആത്മവിശ്വാസം അദ്ദേഹം മനസ്സിൽ കാത്തു സൂക്ഷിച്ചു. ആ മനസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഹധർമ്മിണിയോട് പങ്കുവച്ചപ്പോൾ എന്ത് ധൈര്യമാണ് കൊടുത്തത് വീണ്ടും മത്സരിക്കാൻ? ഞാൻ ഇപ്രാവശ്യം നേരത്തെ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞ് ഇപ്രാവശ്യം നിങ്ങൾ മത്സരിക്കണം, ഉറപ്പായിട്ട് നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞു. കാര്യം ഞാൻ ഭഗവാൻ കൃഷ്ണൻ്റെ ഭയങ്കര ഭക്തയാണ്. എനിക്ക് ഞാനിങ്ങനെ സ്വപ്നം കാണാറുണ്ട് ഭഗവാനെ. അപ്പോൾ എനിക്ക് എന്തോ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസം തോന്നി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുള്ളിയും ഇവിടെ നമുക്ക് വീടിനോട് ചേർന്ന് കൃഷ്ണൻ്റെ ഒരു ചെറിയ അമ്പലമുണ്ട്, കുഞ്ഞുനാൾ മുതൽ അവിടെ വിളക്ക് കത്തിക്കുന്നതാണ്. അപ്പം ഭയങ്കര വിശ്വാസമാണ് അത്. എങ്ങും ചെന്ന് പ്രകടിപ്പിക്കത്തില്ല, ഒന്നും പ്രകടിപ്പിക്കുന്ന രീതിയൊന്നുമില്ല, പക്ഷേ ഉള്ളെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞങ്ങളുടെ 2 പേരുടെയും ഒരാൾ തന്നെയാണ് കൃഷ്ണനാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു പ്രാവശ്യം ജയിക്കും. ഞാൻ അവസാനം ഒന്ന് താഴോട്ട് പോയപ്പോഴും ഞാനൊന്ന് വിഷമിച്ചു, പുള്ളി ഡൗണായി. അപ്പോൾ എനിക്കറിയാം ഇപ്രാവശ്യം പോയാൽ കയ്യിൽ നിൽക്കത്തില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, വിഷമിച്ചങ്ങ് കിടന്നു. അപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ പറഞ്ഞു, സമാധാനമായിട്ടിരിക്കുക, നിങ്ങളൊന്നും പേടിക്കേണ്ട, ഇപ്രാവശ്യം നിങ്ങൾ ഉറപ്പായിട്ടും ജയിച്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പം സമാധാനം എൻ്റെ മുന്നിൽ കാണിച്ച്, ഉള്ളിൽ വിഷമം കാണും. പിന്നെ ജയിച്ചു എന്നറിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമായി. തീർച്ചയായും അതാണ്. കൊല്ലം ജില്ലയിൽ BJPയുടെ ആദ്യത്തെ MLA ആകുകയാണ് അല്ലേ? അതിൻ്റെ ഒരു അഭിമാനമില്ലേ? ഉണ്ട്, അഭിമാനമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ എന്ന് പറയുന്നൊരു സ്ഥലം മുമ്പേ അറിയപ്പെട്ടത് എന്തോ കല്ലുവാതുക്കൽ എന്തോ വിഷമദ്യ ദുരന്തത്തിലാണ് കേരളം മൊത്തം അറിഞ്ഞത്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ അങ്ങനെ അറിയപ്പെടുന്നതിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. കാര്യം പുള്ളി ആഗ്രഹിച്ചതിനപ്പുറം കേരളം മൊത്തവും, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മൊത്തത്തിൽ അങ്ങനെ അറിയാൻ പറ്റുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് നല്ല അഭിമാനമുണ്ട്. അപ്പം ഈ തിരക്കുകൾക്കിടയിലൊക്കെ പുറത്തേക്ക് ഏതെങ്കിലും ആഘോഷങ്ങൾക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാനൊക്കെ പോവുകയോ അങ്ങനെയൊക്കെ അദ്ദേഹം കൂടെ വരാറുണ്ടോ? അല്ല, കൊണ്ടുപോകും, ഉള്ള സമയത്ത് കൊണ്ടുപോകും. അങ്ങനെ ഇപ്പം സമയം ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അങ്ങനെ ഞാനൊന്നും അങ്ങനെ ആഗ്രഹങ്ങൾ പറയാറില്ല, പക്ഷേ പറഞ്ഞാൽ കൊണ്ടുപോകും. ഞാനൊരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഞാൻ സംതൃപ്തയാണ്. ഒപ്പം MLA ആണ്, റെക്കമെൻഡേഷൻ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? അങ്ങനെ റെക്കമെൻഡേഷനൊന്നുമില്ല. കാര്യം ഇനിയും ജനങ്ങൾ പുള്ളിയെ അംഗീകരിക്കണം, അത്രയേ ഉള്ളൂ എനിക്ക്.
ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വീട്ടിലെ കാര്യത്തെക്കാട്ടിലും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ ജനങ്ങളുടെ അംഗീകാരം കിട്ടണം. ഇനിയും ഗോപകുമാർ ഞങ്ങൾക്ക് വേണം എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. മകനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാ? ഗൗരിനന്ദൻ എന്നാണ് പേര്. ഞാൻ ഇപ്പം ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 1 വർഷം ISROയിൽ വർക്ക് ചെയ്തായിരുന്നു. ഇപ്പം ഇവിടെ വീട്ടിലുണ്ട്. ഇലക്ഷൻ്റേതായതുകൊണ്ട് വീട്ടിലുണ്ട്. അപ്പം അച്ഛൻ എങ്ങനെയാ? അച്ഛൻ അമ്മ പറഞ്ഞ കണക്ക് വീട്ടിൽ സമാധാനപ്രിയനാണ്. അപ്പം നമ്മുടെ അടുത്ത് അങ്ങനെ വലുതായിട്ട് ദേഷ്യപ്പെടുത്തിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അച്ഛൻ ഹെഡ് മാഷായിട്ടിരുന്നപ്പോൾ തന്നെയാണ് ഞാൻ അവിടെ സ്കൂളിൽ പഠിച്ചതും. അപ്പോൾ ആ സമയത്തായിരുന്നാൽ പോലും നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യിപ്പിക്കത്തൊന്നുമില്ല. ഇങ്ങനെ പുള്ളി വലുതായിട്ട് ദേഷ്യപ്പെടുന്നൊരു ടൈപ്പല്ല. അപ്പോൾ അതിൽ നല്ല ഹാപ്പിയാണ്. ഇപ്പം ഇതുവരെയും കണ്ടത് ഒരു ജനപ്രതിനിധിയായിട്ടൊക്കെ നിന്ന ഒരച്ഛൻ ഇപ്പോൾ ഒരു MLA ആയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവില്ല മനസ്സിൽ. കാര്യം ഒരുപാട് പ്രയത്നിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഒരു പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്ന് MLA ആയി, BJPയുടെ ആദ്യ ഒരു MLA ആയി ജില്ലയിൽ നിന്ന് മാറുന്നു. അതിൻ്റെ ഒരു അഭിമാനമല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ഒരു അഭിമാനമുണ്ട്. കാരണം കഴിഞ്ഞ 2 തവണ നിന്നിട്ടും 2ാം സ്ഥാനമായി പോയി. പക്ഷേ എന്നിട്ടും അച്ഛൻ വിട്ടുകൊടുത്തില്ല. നല്ലതായിട്ട് പൊരുതി. ഇപ്പം മൂന്നാമത്തെ തവണ ആയപ്പോഴത്തേക്കും 1ാം എത്തുകയും ചെയ്തു. അതിൽ വലിയൊരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ചാത്തന്നൂർ പഞ്ചായത്തിൽ. അപ്പം അത് വലിയൊരു നേട്ടം തന്നെയാണ്. അച്ഛനെന്ന നിലയിൽ ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും മകൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മകൻ്റെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. പക്ഷേ ചില തിരക്കുള്ള സമയങ്ങളിൽ ചിലപ്പോൾ അതിന് സാധിച്ചെന്നുണ്ടാവില്ല. അപ്പോഴൊക്കെ അച്ഛനോടൊരു ചെറിയ വിഷമം, അച്ഛനെ കിട്ടുന്നില്ലല്ലോ, അച്ഛൻ നാട്ടുകാരുടെ പ്രശ്നത്തിന് പോകുന്നു, എൻ്റെ കാര്യങ്ങൾ ഇടപെട്ടില്ലോ എന്നൊക്കെ ചെറിയൊരു വിഷമം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനത്തെ വിഷമമൊന്നുമില്ല. കാരണം ആവശ്യങ്ങൾക്കെല്ലാം അച്ഛൻ കൂടെ തന്നെ നിൽക്കും. ഇപ്പോൾ തിരക്കാണെങ്കിൽ പോലും അത് എൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അച്ഛൻ സമയം കണ്ടെത്താറും അതിനുവേണ്ടി കൂടെ നിൽക്കാറുമുണ്ട്. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള വിഷമങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ MLAയുടെ മകൻ എന്നൊരു അഭിമാനമുണ്ട് ഇല്ലേ? അതുകൂടി ഇനിയിപ്പോൾ നമുക്ക് പറയാമല്ലോ. തീർച്ചയായിട്ടും. കാരണം ഇതിപ്പം 3ാമത്തെ തവണയാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അഭിമാനം ഉണ്ട്. അച്ഛൻ ഇങ്ങനെ MLA ആയതിൽ അപ്പം നല്ലൊരു അഭിമാനമാണ്. അച്ഛൻ എങ്ങനെയുള്ള ഒരു MLA ആയിരിക്കണം? എന്തെങ്കിലും തരത്തിൽ നമ്മൾ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടാവില്ലേ? മകൻ്റെ മനസ്സിൽ ഒരു രാഷ്ട്രീയത്തിനപ്പുറം അച്ഛനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങൾ, അച്ഛൻ ഇന്ന കാര്യങ്ങൾ ഈ നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യണം എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുന്നുണ്ടാവില്ലേ? അതെന്തൊക്കെയായിരിക്കും? അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ അച്ഛന് തന്നെ വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. ഇത് കണക്ക് ചെയ്യണം, ഇത് കണക്ക് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പം അതിന് പുറമെ എനിക്ക് മറ്റൊരു കാഴ്ചപ്പാടില്ല. അപ്പം അച്ഛൻ്റെ കാഴ്ചപ്പാടിനോട് ചേർന്ന് പോകുന്ന ഒരു ഇതാണ് ഉള്ളത്. അതെ, വളരെ സന്തുഷ്ടമായ കുടുംബം. ഈ കുടുംബത്തിലെ ഒരു ജനനായകൻ എന്ന നിലയിൽ താങ്കൾ വളരെ സന്തോഷത്തിലാണ് അല്ലേ? അതെ അതെ. പ്രത്യേകിച്ച് ഭാര്യ എന്ന രീതിയിൽ ഇവിടെ പറഞ്ഞു വന്ന നാൾ മുതൽ എൻ്റെ എല്ലാ പൊതുപ്രവർത്തന രംഗത്തിനും വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും പിന്തുണയും നൽകിയിട്ടുണ്ട്. അതിനപ്പുറം വീട്ടുകാരെ നോക്കുക എന്ന് പറയുന്നത് വളരെ ഭാര്യചിത്രാർത്ഥം. ആ ഭാര്യചിത്രാർത്ഥം 2 മക്കൾ, 2 ആൺമക്കൾ, അവരെ വളർത്തുന്നതിൽ, അവരെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇതെല്ലാം വളരെ കൃത്യമായും ചിട്ടയോടും കൂടി കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് ഞാൻ പൊതുപ്രവർത്തനം ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എല്ലാ പിന്തുണയും. ചില സമയങ്ങളിൽ ഇങ്ങനെ പറയും കിട്ടുന്നില്ല, കാര്യങ്ങൾ പറയാൻ സ്വകാര്യ കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ആ പരിഭവം കൂടി പോയാൽ 10 മിനിറ്റ് നിൽക്കാറുള്ളൂ. 10 മിനിറ്റ് കഴിയുമ്പോൾ അതിനേക്കാൾ സ്നേഹത്തോടെ സമീപിച്ച് ആ കാര്യങ്ങൾക്ക് വേണ്ട പിന്തുണ, ഞാൻ എവിടെയെങ്കിലും ഒന്ന് തകർന്നു പോയാലും നല്ല പിന്തുണ എപ്പോഴും. തികഞ്ഞ ഈശ്വരഭക്തയാണ്. നേരെ നേരം നാമവും ഒക്കെ ജപിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതും ഇവിടെ പറഞ്ഞു ഒരു കരുത്താണ്. അത് വലിയ ദൈവവിശ്വാസം. മറ്റ് ക്ഷേത്രങ്ങളിൽ പോകാനൊക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും കൊണ്ടുപോകുന്നതൊക്കെ ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതും ഒരു ഈശ്വരഭക്ത എന്ന രീതിയിലും നല്ലൊരു കുടുംബിനി എന്ന രീതിയിലും അതൊരു വലിയ പിന്തുണയാണ് എനിക്ക് പൊതുരംഗത്ത് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായും ജനങ്ങളുടെ പിന്തുണ നമുക്ക് പുറത്തുനിന്ന് കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു പിന്തുണ എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് അല്ലേ? അതെ, ആ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് പൊതുരംഗം നിൽക്കാൻ പറ്റും. വീട്ടിനകത്ത് പ്രശ്നമായാൽ നമുക്ക് പൊതുരംഗത്ത് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഏത് പ്രതിസന്ധികൾക്കിടയിലും ഒരു താങ്ങും തണലുമായി തന്നെയാണ് ഉള്ളത്. ഒപ്പം 2 ആൺമക്കൾ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ഞാൻ എന്ത് അസൗകര്യങ്ങൾക്കിടയിലും ആ അസൗകര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് അതിനോടൊപ്പം പോവുക. ഒരു ആർഭാടപരമായ കാര്യത്തിന് അവർ നിൽക്കാറില്ല. പക്ഷേ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളത് കണക്ക് പോവുക. ആ രീതിയും അവരും ശീലിച്ചിട്ടുണ്ട്. 2 മക്കളും പഠിച്ചത് ഞാൻ അധ്യാപകമായിരുന്ന സ്കൂളിൽ തന്നെയാണ്. അത് അവിടെയും അതെനിക്ക് ഒരു അഭിമാനം തന്നെയാണ്. ഞാൻ HM ആയിരിക്കുന്നിടത്ത് തന്നെ എൻ്റെ 2 മക്കളും പഠിക്കുക, അവരുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം അവിടെ പൂർത്തീകരിച്ചു. 5 വർഷക്കാലം അവിടെ തന്നെയാണ് പൂർത്തീകരിച്ച് പോയതും.
ഒരു അധ്യാപകൻ എന്ന നിലയിൽ മുന്നോട്ട് വന്നിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പം ഇതിനകത്ത് ഏതാ എളുപ്പമുള്ളത്? എളുപ്പം അതൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഏതാ രണ്ടും രണ്ട് രീതിയിലാണ്. അതെ, രണ്ട് രീതിയാണ്. അധ്യാപനം, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, അവിടെയും പൊതുസമൂഹമുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എനിക്ക് കൂടുതൽ കരുത്ത് പകർന്ന എൻ്റെ മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, എൻ്റെ മുന്നിൽ രക്ഷകർത്താവുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ടാവാം. ആ പ്രശ്നങ്ങൾ ഇടപെടുക, അത് പരിഹരിക്കുക, അത് പ്രവർത്തന രംഗത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ കരുത്ത് പകരുന്നുണ്ട്. കാര്യം വിദ്യാഭ്യാസമാണ്. എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാത്തന്നൂർ. ഞാൻ ആദ്യം ചെമ്പഴന്തി സ്കൂളിലാണ് കയറിയത്. 1000 വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷകർത്താക്കൾ, അവർ രാവിലെ മുതൽ അവരുടെ ഓരോരോ കാര്യങ്ങളിൽ ഇടപെടുക. അപ്പോൾ അത് പൊതുരംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കൂടുതൽ എളുപ്പമായി എന്നാണ് എൻ്റെ ജീവിതാനുഭവം എൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ 2 മേഖലയും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ്. ഒരു അധ്യാപകൻ, ഒരു പൊതുപ്രവർത്തകൻ. ഇതിനെ എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമ്മൾ അല്ലെങ്കിൽ താങ്കൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഒരുപാട് കാത്തിരുന്ന ആ ഒരു വിജയം താങ്കൾക്ക് കരാഗതമായിരിക്കുന്നു. ഇനിയിപ്പോൾ MLA ആയി നിയമസഭയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും താങ്കളിൽ നിന്ന് ആദ്യമായി മനസ്സിൽ ഇന്ന കാര്യം നടത്തണം എന്നൊരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിരവധി കാര്യങ്ങളുണ്ട് ചാത്തന്നൂരെ സംബന്ധിച്ച്. ചാത്തന്നൂരിൻ്റെ തൊഴിൽ മേഖലയായാലും വ്യവസായ മേഖലയായാലും കാർഷിക മേഖലയായാലും അല്ലെങ്കിൽ അടിസ്ഥാന വികസനങ്ങൾ, റോഡ് അടക്കമുള്ള അടിസ്ഥാന വികസനങ്ങൾ, പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങൾ. എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യ പരിഗണന വേണ്ടത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് തന്നെയാണെന്ന് തോന്നുന്നു. ഒരുപാട് സാധാരണ പാവപ്പെട്ട ആൾക്കാർ വന്നു പോകുന്നു. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അവിടെ ലഭിക്കുന്നില്ല എന്ന നീണ്ട പരാതി വർഷങ്ങളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം തുല്യ പ്രാധാന്യമുള്ളതാണ്. ആ തുല്യ പ്രാധാന്യം തന്നെ അതിനെ പരിഗണിച്ച് പോകാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ BJPയുടെ MLA ആയി അറിയപ്പെടാൻ കഴിയുന്ന ഒരു ഭാഗ്യം, അത് കൊല്ലം ജില്ലയിൽ നിന്ന് ആദ്യമായി. ഇതൊരു ചരിത്ര നിയോഗമൊക്കെ എന്ന് വേണമെങ്കിൽ കരുതാം. ഒപ്പം തന്നെ കൊല്ലത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ഒരു പൊളിച്ചെടുത്ത് അല്ലെങ്കിൽ ഒരു തിരുത്ത് വരുത്തിക്കൊണ്ടാണ് BJP കൊല്ലം ജില്ലയിലേക്ക് വന്നത്. അതിനെ എങ്ങനെ കാണുന്നു? ദേശീയ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ചാത്തന്നൂരിലെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചാത്തന്നൂർ എന്ന പേര്, ഞാനൊരു സാധാരണക്കാരൻ, ഒരു സാധാരണ ജീവിത പശ്ചാത്തലം. മറ്റ് 2 പേരും കേന്ദ്രമന്ത്രിമാരായിരുന്നവരാണ് അവരുടെ മണ്ഡലങ്ങളിൽ ജയിച്ചത്. അതുകൊണ്ട് തന്നെ ചാത്തന്നൂർ എങ്ങനെ ജയിച്ചു? വലിയ വാർത്താ പ്രാധാന്യവും മാധ്യമ വാർത്തകളൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു മണ്ഡലം, ഒരു ഇടതുപക്ഷ കോട്ട. ആ ഇടതുപക്ഷ കോട്ടയിൽ സ്വാഭാവികമായും ജയിക്കുന്നത് ഇടതുപക്ഷം തന്നെ ആയിരിക്കും എന്ന് എല്ലാവരും മാധ്യമ സുഹൃത്തുക്കൾ അടക്കം ആ രീതിയിലാണ് കരുതിയത്. പക്ഷേ അവിടെ എങ്ങനൊരു മാറ്റം വന്നു, ഈ വിജയം എങ്ങനെ BJPക്ക് ഉണ്ടാക്കിയെടുത്താൻ കഴിഞ്ഞു എന്നൊരു വളരെ സംഘടനാപരമായ ചർച്ചയും പൊതുരംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ചാത്തന്നൂരിൻ്റെ പേര് ദേശീയ തലത്തിൽ ആരാധനായ പ്രധാനമന്ത്രി വരെ ചാത്തന്നൂരിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കുന്ന തരത്തിലേക്കൊരു വിജയം മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് അത് ജനങ്ങളാണ്. ചാത്തന്നൂരിൽ 4 പതിറ്റാണ്ടായി ചാത്തന്നൂരിലെ ജനങ്ങൾ എനിക്ക് നൽകുന്ന ഒരു പിന്തുണ, സഹകരണമാണ്. എൻ്റെ പൊതുരംഗത്ത് അവരാണ് എനിക്ക് കരുത്തായിട്ടുള്ളത്. ആ പേര് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായ ഒരു നാട്ടുകാരനെന്ന നിലയിൽ വളരെ അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളിലും അവരോടൊപ്പം നിന്ന് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഒന്ന് ചോദിക്കേണ്ടത്, BB ഗോപകുമാർ എന്ന ജനകീയനെയാണോ അല്ലെങ്കിൽ BJPയിലെ BB ഗോപകുമാറിനെയാണോ ഒരുപക്ഷെ ചാത്തന്നൂർകാർ വിജയിപ്പിച്ചത്? ഒരു കൺഫ്യൂഷനാണ്. അത് രണ്ടുമാണ്. BB ഗോപകുമാർ എന്ന വ്യക്തിയുമാണ്, BB ഗോപകുമാർ എന്ന BJPക്കാരനെയുമാണ്. ഇത് രണ്ടും കൂടി ചേർന്നുള്ള വിജയമാണ് ചാത്തന്നൂരിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കുടുംബവിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരാളെ ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് കിട്ടുന്നില്ല. അപ്പോൾ അയാളെ ഒന്ന് പരിചയപ്പെടുത്താമോ? എങ്ങനെയാണ്? ഗൗതം കൃഷ്ണ, BAMS കഴിഞ്ഞ് ഇപ്പം തിരുവനന്തപുരത്ത് കോച്ചിങ്ങിനായിട്ട് നിൽക്കുന്ന എൻ്റെ കൂടെ തന്നെയും അയാൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ആയുർവേദ ഹോസ്പിറ്റൽ. 2 മക്കൾ? 2 മക്കൾ, 2 ആൺമക്കൾ. ഗൗതം കൃഷ്ണയാണ് മൂത്താൾ, ഇയാൾ ഗൗരിനന്ദൻ. അപ്പോൾ ഇതാണ് BJPയുടെ നിയുക്ത ചാത്തന്നൂർ MLA BB ഗോപകുമാറിൻ്റെ കുടുംബവിശേഷങ്ങൾ. ജനകീയ വിശേഷങ്ങൾ ഒരുപാട് അറിഞ്ഞു, നാട്ടുവിശേഷങ്ങൾ അറിഞ്ഞു. ഈ കുടുംബവിശേഷങ്ങൾ അറിഞ്ഞപ്പോൾ ജനനായകൻ എന്നതിലുപരി ഇദ്ദേഹം ഒരു ഗൃഹനായകൻ കൂടിയാണ്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.